ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ചെയ്താൽ നമുക്ക് തളർച്ച ക്ഷീണം അനുഭവപ്പെടത്തില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ഉദാഹരണമായിട്ട് ചെറുതിലേ തന്നെ കുട്ടികൾക്ക് പഠനത്തിനോടുള്ള ആവേശവും സുരക്ഷിത അന്തരീക്ഷവും ഒരുക്കി കൊടുക്കുന്നതിനൊപ്പം താല്പര്യമുണ്ടാക്കിയെടുക്കാൻ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനായിട്ട് നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഥകളിലൂടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ഉദാഹരണം ഞാനിവിടെ പറഞ്ഞു തരുന്നു. ഒരു കഥയാണിത്. ഒരിക്കലൊരിടത്ത് ഒരു സന്യാസി വര്യൻ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ശബരിമലയിലേക്ക് പോവുകയായിരുന്നു. മലയുടെ കഠിനമായ കുത്തനെയുള്ള കയറ്റം കാരണം പ്രായമേറിയ ഈ സന്യാസിക്ക് ക്ഷീണം അനുഭവപ്പെട്ടു, തളർച്ച അനുഭവപ്പെട്ടു, ശ്വാസതടസ്സവും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഒരു കൊച്ചൊരു പെൺകുട്ടി, തീരെ ചെറിയൊരു പെൺകുട്ടി, തൻ്റെ കുഞ്ഞനിയനെ തോളിലേറ്റി അയ്യപ്പസ്വാമിയെ കാണാൻ പോവുകയായിരുന്നു. തിരിച്ച് വരുന്നത് വരെയും ഈ കുട്ടിയുടെ ഉന്മേഷവും സന്തോഷവും കണ്ടിട്ട് സന്യാസി വര്യനെ കൊച്ചു പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ, തനിച്ച് തന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത ഈ കുത്തനെയുള്ള മലയിൽ എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം തളർച്ച അനുഭവപ്പെടാതിരുന്നത്? ഈ ഒരു ഭാരത്തെ തോളിലേറ്റി പോകുമ്പോൾ കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെടില്ലേ? മാതാപിതാക്കളില്ലേ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി അല്പം പോലും ചിന്തിക്കാതെ മറുപടി പറഞ്ഞു, ഇതെൻ്റെ കുഞ്ഞ് അനുജനാണ്, ഇതെനിക്ക് ഭാരമല്ല. എന്ത് നല്ല സ്നേഹ പ്രഖ്യാപനമാണ് ആ കുഞ്ഞ് നടത്തിയത് തൻ്റെ ശിഷ്യന്മാരോട്. ഇതിനെക്കുറിച്ച് ഈ സന്യാസി വര്യൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക് കഠിനമായ ഒരു അസുഖം പിടിപെട്ട് കിടക്കുന്നതിനാൽ കുട്ടിയിൽ ആരോ കൊടുത്തൊരു വിശ്വാസം, അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുതാൽ ദീനം മാറും. തീരെ ചെറിയ കുഞ്ഞനുജനെ സ്വന്തം മകനെ പോലെ വളർത്താൻ ചെറുതിലെ ആ കുട്ടിയെ മാതാപിതാക്കൾ ശീലിപ്പിക്കുകയും ചെയ്തു. ആ കുഞ്ഞനുജൻ തൻ്റെ രക്തമാണെന്നും ഒരമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചതാണെന്നുമുള്ള തിരിച്ചറിവുകളും സഹജീവിയോട് സ്നേഹിക്കാനുള്ളതും ആ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ കഴിവുകളും തിരിച്ചറിവുകളും നല്ലൊരു സ്നേഹബന്ധം ചെറുതിലെ ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തതിനെക്കുറിച്ചും നല്ലൊരു ദൈവവിശ്വാസം, ഈശോനുള്ള വിശ്വാസവും ഇഷ്ടവും താല്പര്യവും 1. 2, തൻ്റെ കുഞ്ഞനിയൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അവനൊരു ഭാരമല്ല, ഇതെൻ്റെ അനിയനാണെന്ന് ആ കുട്ടിക്കത് ഒരിക്കലും തളർച്ചയല്ല, ഉന്മേഷം കൂടുകയാണ് ഉണ്ടായത്. ഇതുപോലെയാണ് കുട്ടികൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തിയും തൻ്റെ കുടുംബത്തിനോടുള്ളതും പഠനത്തോടുള്ളതും സമൂഹത്തോടുള്ളതും ലോകത്തോടുള്ളതും തളർച്ച അനുഭവപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കാരണം പഠനം ഭാരമായാൽ അത് ബാലികേറാമലയായി തീരും കുട്ടികൾക്ക്. അതൊരിക്കലും ആകരുത്. കുട്ടിക്ക് എന്തിലാണ് പഠനം ബുദ്ധിമുട്ടാകുന്നത്, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അത് മാതാപിതാക്കൾ കുട്ടിയോട് ചോദിച്ചറിഞ്ഞു അവരോട് തന്നെ സ്വയം ഒരു അനാലിസിസ് നടത്താൻ പറഞ്ഞിട്ട് എന്തിലാണ് കുറവെങ്കിൽ അതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് പഠനത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും മനുഷ്യബന്ധത്തിൻ്റെയും വില അറിഞ്ഞു കൊടുത്ത് അതിനോടൊപ്പം തന്നെ സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും മനസ്സിലാക്കി പൂർണ്ണമായി എല്ലാത്തിനെയും നേരിടാൻ കഴിയുന്ന നല്ല വ്യക്തികളായിട്ട്, നല്ല കപ്പാസിറ്റിയുള്ള മനുഷ്യരായി കൂടി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക.